ഞാനും ജോർജുമായിട്ടുള്ള സംഭാഷണവും യാത്രയും ഞങ്ങൾ തുടരുകയാണ്. ജോർജ് എനിക്ക് വളരെ തമാശ തോന്നിയ ഒരു കാര്യമുണ്ട്. അപ്പോൾ ജോർജിൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്ന് താമസിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ദിവസം ജോർജ് എന്നെ ഒരു കാറ്റിൽ ഫാം കാണിക്കാം, അതായത് എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി മുകളിലോട്ട്. ഞങ്ങളെല്ലാം വന്നു, ഭയങ്കര തണുപ്പാണ്. ആ കുന്ന് കയറി നമ്മൾ മുകളിലോട്ട് ചെന്നുള്ള കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്വിസ് ബ്രൗൺ പശുക്കൾ, ഏതാണ്ട് ഒരു 100 പശുക്കളുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കുട്ടിയാനയുടെ വലിപ്പത്തിനേക്കാളും വലുതാണ് ഓരോന്നും. അതിനെ അവിടെ വളർത്തുന്നത് ആ രീതി, അതിൻ്റെ എന്ത് ഹൈജീനിക്കായിട്ടാണ് അതിനെ വളർത്തുന്നത്, നോക്കുന്നത്, അതിനെ പരിപാലിക്കുന്നത്. വലിയ ഷെഡ്, കാറ്റിൽ ഷെഡ് എന്ന് പറയുന്നത് ഒരു 2-3 ഷെഡുകൾ. പിന്നെ അതിന് തീറ്റ ഇതുപോലെ ഉണങ്ങിയ വൈക്കോലൊക്കെയാണ് തോന്നുന്നല്ലേ, അടുക്കി കെട്ടി നല്ല റെഡിയാക്കി വെച്ച് പ്രസ് ചെയ്ത് വെച്ചേക്കാണ് ഓരോ സ്ഥലത്ത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പിന്നെ മാത്രമല്ല, ആ ഫാമിൽ നോക്കിയപ്പോൾ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഞാൻ കാണാത്തത് മാങ്ങ ഞാൻ കണ്ടില്ല, കാരണം മാംഗോ അവിടെ പറ്റത്തില്ല. ആപ്പിൾ പിടിച്ച് നിൽക്കുകയാണ്, പീച്ച് പിടിച്ച് നിൽക്കുകയാണ്, സ്ട്രോബെറി തുടങ്ങി പ്ലംസ് ഒക്കെ ആണെങ്കിൽ എന്തുമാത്രം കളറിൽ ഇങ്ങനെ കിടക്കാണ്. ഇത് മുഴുവനുള്ള തോട്ടമാണ്. അതായത് എനിക്ക് തോന്നുന്ന ഒരു അറൗണ്ട് 100 acres അല്ലേ വരും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അവിടെ ഒരു കാഴ്ച കാണുന്നത്. ഒരു ചെറിയ റൂമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ജോർജ്. അവിടെ അബാൻഡൻഡ് ആയിട്ട് കണ്ട് നമുക്ക് തോന്നും. ഒരു ചെറിയ റൂം. അവിടെ ആ റൂം കയറിയപ്പോൾ അതിനകത്ത് തുറന്ന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ കോഴിമുട്ട, പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ്, ഓറഞ്ച്, ഈ പീച്ച്, പ്ലം, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് നോക്കാനില്ല, ആരുമില്ല, ക്യാമറ പോലും ഇല്ല, ഒന്നുമില്ല, നോ ക്യാമറ. പിന്നെ ഈ ഫ്രൂട്ട്സ് വാറ്റിയെടുക്കുന്ന ലിക്കർ, അത് ആൾക്കോള അല്ലെ കണ്ടന്റ് ഉള്ളതാണ്. അത് പല കുപ്പികളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബോർഡും ഒക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് ഒക്കെ അപ്പോൾ ജോർജ് എന്നിട്ട് അവിടുന്ന് കോഴിമുട്ട എടുത്തു. പിന്നെ ഇതുപോലെ നമ്മൾ ഏതാണ്ട് ഫ്രൂട്ട്സ്, ആപ്പിളോ ഏതാണ്ടൊക്കെ നമ്മൾ അവിടുന്ന് എടുത്തു. ഇതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയോ, ജോർജ് തന്നെ അതിൻ്റെ വില അവിടെ നോക്കിയിട്ട് ജോർജ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ പോയി. അത് ജോർജ് എന്തൊരു നല്ലൊരു കാഴ്ചപ്പാടാണ്. ഇത് നോക്കാൻ മോണിറ്റർ ചെയ്യാൻ ആരുമില്ല, അവിടെ ആരും കളിപ്പിക്കില്ല. ഇത് നമ്മുടെ മനുഷ്യരാണെങ്കിലോ, ഇത് നമ്മൾ പണ്ട് ബോംബെ ഹെറാൾഡ് പത്രം, അത് അമേരിക്കയിലൊക്കെ ഈ പത്രം വിൽക്കുന്നതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയാം. പത്രം കൊണ്ട് വെച്ചേക്കും, ഇതുപോലെ വെച്ചേക്കും. ആളുകൾ വന്ന് ആ പത്രം എടുക്കും, അതിൻ്റെ പൈസ അവിടെ ഇട്ടിട്ട് ആൾ പത്രം എടുത്തുകൊണ്ട് പോകും. ഇതൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് ബോംബെയിൽ ഒരിക്കൽ ശ്രമിച്ചു കേട്ടോ. ഒരിക്കൽ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേര് പൈസയൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നോക്കിയപ്പോൾ പത്രം മുഴുവൻ, അതായത് ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് പത്രം മുഴുവൻ ചിലവായി. പക്ഷെ നോക്കിയപ്പോൾ അതിനകത്ത് 10 രൂപ ബാക്കി. കാരണം എന്താ അറിയോ, ഈ പണം ഇട്ടോന്റെ പണം കൂടെ അതിൽ നിന്ന് എടുത്തോണ്ട് പോകും. അതെ, കറക്റ്റാ. ഞാൻ മഹാരാഷ്ട്ര പഠിക്കുമ്പോഴത്തേക്കും അന്ന് നമ്മളുടെ MG റോഡിൽ ഇതുപോലെ ഏത് അസോസിയേഷൻ എനിക്ക് അറിയില്ല, അവരിങ്ങനെ ഒരു പേപ്പറിന്റെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സംഗതി സെറ്റപ്പ് ചെയ്തു. പക്ഷെ അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു 1-2 ആഴ്ചക്കുള്ള അത് ഡിസപ്പിയർ ചെയ്തു. അപ്പം കാരണം ഇത് തന്നെ ആയിരിക്കും, കാരണം ആൾക്കാർ പൈസ ഇല്ലാതെ അവിടെ. പക്ഷെ അത് വളരെ ഈവൻ അവിടെ ഈ സ്വിറ്റ്സർലൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒത്തിരി മലകളിലേക്ക് അവരിങ്ങനെ ട്രക്കിംഗ് ആയിട്ട് പോകുന്ന ഒരു കൾച്ചർ അവിടെ. ഇപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ നമ്മൾ ട്രക്കിങ് ചെയ്ത് പോകുന്ന സമയത്ത് ഒത്തിരി കർഷകരുടെ സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം അവർ ചീസ്, അതുപോലെ തന്നെ ഈ സോസേജ്, അതായത് ഈ ഡ്രൈ മീറ്റ്, ഇതെല്ലാം അവരിങ്ങനെ വെച്ചിട്ടുണ്ടാവും ഒരു കബോർഡിൽ. അതിൻ്റെ പ്രൈസ് അവിടെ എഴുതിയിട്ടുണ്ടാവും. അത് പൈസ ഇടാനുള്ള ഒരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആൾക്കാർ അവിടെ എടുത്തിട്ട് അതിനെ പൈസ ഇട്ടിട്ട് അത് വാങ്ങിച്ച് അങ്ങനെ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ എന്താ, അതിന് 2 ആസ്പെക്റ്റ് ഉണ്ട് ജോർജ്. ഒന്ന്, അതായത് നമ്മുടെ വിശ്വാസ്യത ആളുകളുടെ, അതവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഒരു ടെസ്റ്റാണത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഒരു മാൻ പവർ, ഒരാളിപ്പോൾ ഒരു കാഷ്യറായിട്ട് ഒരാളെ ഇരുത്താനോ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാനെ അവിടെ നിർത്താനോ ഉള്ള ചിലവൊന്നും വേണ്ട. കാരണം ഇത് മിക്കവാറും ആളുകളൊക്കെ അവിടെ പണം ഇടും അല്ലേ. കളിപ്പിക്കുന്നവർ ചിലപ്പോൾ കണ്ടേക്കാം, എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും അതൊക്കെ ഒരു സ്ട്രെയിൻസ് ഒരു 1% ചിലപ്പം മനുഷ്യൻ ഇത് ഈ ഒരു രീതിയിൽ പോകാൻ ഇടയായ എത്ര നല്ലതാണ്. ഞാൻ പറഞ്ഞ ഈ മാൻ പവർ സേവ് ചെയ്യാം.
അതെ അല്ലേ? കറക്റ്റാ. മാത്രമല്ല ആളുകൾക്ക് അവരിലെ ഒരു കോൺഫിഡൻസിൽ എടുക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർ വരിക. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സാറ് പറഞ്ഞ ആ ഫ്രൂട്ട്സ് നമ്മൾ ആ. അവരുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും, അവരുടെ ആ പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊന്നും പ്രൊട്ടക്റ്റഡ് അല്ല. അതെല്ലാം ഇങ്ങനെ നമ്മൾ നടക്കുന്ന ആ സൈഡിൽ തന്നെ ഇങ്ങനെ ഉണ്ടായി കിടക്കുവാണ്. ഈ പീച്ചാണെങ്കിലും പീറാണെങ്കിലും അതുപോലെ ആപ്പിൾ ആണെങ്കിലും എല്ലാം. അതല്ലെങ്കിൽ നമുക്ക് കൈ എത്തുന്ന ദൂരത്തിൽ പറിക്കാവുന്ന, പക്ഷെ ഒരു മനുഷ്യനും പറിച്ചു കഴിക്കില്ല. പക്ഷെ നമ്മൾ ഇവിടെ ആണെങ്കിൽ അത് അത് തീർന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. കാരണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാർക്കുള്ളത്. അത് ഇത് അവരുടെ പ്രോപ്പർട്ടിയാണ്, അവർക്ക് നടക്കാനുള്ളൊരു ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഉള്ളിലുള്ള റോഡിൽ കൂടെ. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അവരൊന്നും പറയില്ല. പക്ഷേ ഇതിങ്ങനെ പറിച്ച് നമുക്ക് എടുക്കാനുള്ളൊരു ഇതില്ല, ആരും ചെയ്യത്തില്ല. അത് ചെയ്യില്ല. ജോർജിന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ആ മരം ഉണ്ടല്ലോ, ആപ്പിള് നിറച്ച് കായ്ച്ചു കിടക്കുന്നത് ഒരു കാഴ്ചയാണത്. അത് കാണുന്നതാണ് അതിന്റെ ഏറ്റവും ഭംഗി. ആപ്പിളിങ്ങനെ പിടിച്ച്, ചുവന്ന ആപ്പിളിങ്ങനെ പിടിച്ച്. അതെ, ഞാൻ പറയാൻ വന്ന വെച്ചാൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറും മദറും. അപ്പം അവരെയും കൊണ്ടുവന്ന ഒരാൾ ഇതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ ഇത് കാണിക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും ആപ്പിൾ ഇങ്ങനെ ഉണ്ടായി കിടക്കുക നല്ല രസമായിട്ട്. അപ്പോൾ പുള്ളി വേഗം തന്നെ ഇത് പറിക്കാൻ പോയി. ഞാൻ പറയുന്നു അത് പറിക്കാൻ പാടില്ല. കാരണം വെച്ചെങ്കിൽ ആരും നോക്കുന്നില്ല, അത് ആരും അറിയില്ലായിരിക്കും. പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല. ഈവൻ നമ്മൾ അതിലൂടെ പോകുമ്പോഴത്തേക്കൊന്നും ആരും നമ്മളെ നോക്കുന്നില്ല. അവിടെ ക്യാമറ ഇല്ല. കാരണം സ്വിറ്റ്സർലൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രൈവസിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ട് നമുക്ക് എല്ലാ മുക്കിലും മൂലയിലും ക്യാമറ വയ്ക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രൈവറ്റ് ഇതിൽ വെക്കാൻ പറ്റും. പക്ഷേ ആ ക്യാമറ ഒരു പബ്ലിക് റോഡിലേക്കാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമാണ്. അപ്പം തന്നെ അത് എടുത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞ അപ്പം നമ്മളങ്ങനെ നടന്നു പോയി. നമ്മൾ അന്നന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ നമ്മളൊരു വലിയ ഒരു ഗ്രേപ്പ് യാർഡ്, നമ്മൾ ഇങ്ങനെ ഗ്രേപ്സ് വളർന്ന് കിടക്കുകയാണ്. ആ വേലിലൂടെ എല്ലാം അങ്ങ് പോയി കൊല കുത്തി കായ്ച്ചു കിടക്കുകയാണ്. പക്ഷേ നമുക്കത് പറിക്കാനും തോന്നിയില്ല. അവിടെ ആരും പറിക്കുന്നില്ല. അത് നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ അതിനെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, നമ്മളത് കാണുന്നു. അത് കാണുന്നത് തന്നെ നമുക്കൊരു കൺകൊള്ളുന്ന ഒരു കാഴ്ചയാണ്. അത് വളരെ വലിയ കാഴ്ചയാണ് അതവിടെ കാണുന്നത്. അത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അവിടെ തന്നെ ഇപ്പോൾ ഇത്രയും അവിടെ സൂര്യപ്രകാശം പലപ്പോഴും കുറവായിരിക്കും. എന്നിട്ട് പോലും ജോർജിന്റെ വീട്ടിൽ ഞാൻ കണ്ടത് ഒരു കറിവേപ്പ് നാട്ടു വളർത്തി. അതിപ്പോ ആരോഗ്യം ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ കണ്ടപ്പോൾ അത് വളരെ ചെറുതായിരുന്നു. രണ്ടാമത് വന്നപ്പം കുറച്ചുകൂടെ ഹെൽത്തിയാണ് ആ സാധനം. അതിപ്പോഴും കാണുമല്ലോ. അപ്പൊ അതിൽ നിന്ന് ഒരു കഷ്ടിച്ച് വളരെ വിഷമിച്ച ഓരോ ഇലയൊക്കെ പറിച്ച് കൊണ്ടുവരുന്നത് കാണാം. അത് ബാക്കി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പൂക്കള് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളുടെ കംപ്ലീറ്റ് പൂക്കളാണ് അവിടെ ഇഷ്ടം മാതിരിയുണ്ട്. അതൊരു വലിയ കാഴ്ചയാണ്, കാണേണ്ട ഒരു കാഴ്ചയാണ്. അത് യഥാർത്ഥത്തിൽ നമുക്ക് സ്വിറ്റ്സർലൻഡ് പോലെ വേറെ ഈ പൂക്കൾ കാണാൻ പറ്റിയത് എങ്ങുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ പൂക്കൾ കണ്ടേക്കുന്നത് ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടെ നമ്മളങ്ങ് നടക്കും. ഒന്നാമത് നല്ല നീറ്റായിട്ടുള്ള സ്ഥലം കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് വെറും ബെയർ ഫുട്ടായിട്ട് പോലും നടക്കാം. കാരണം പക്ഷെ തണുപ്പായതുകൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്ര നീറ്റാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ കാഴ്ച അവിടെ കാണാൻ. പൂക്കൾ തന്നെ ഇപ്പൊ സിറ്റിയുടെ ഒക്കെ മെയിൻ പബ്ലിക് ഏരിയാസിൽ അത് സിറ്റിയുടെ തന്നെ ആൾക്കാരെ വെച്ചിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതിന് വെള്ളം കൊടുക്കലും അതുപോലെ തന്നെ അത് റീപ്ലാന്റ് ചെയ്യലും അത് പല ഫോമിൽ ചെയ്യുന്നതും എല്ലാം സിറ്റിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് ആൾക്കാരത് നശിപ്പിക്കുകയില്ല. അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അതല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നു. അപ്പം അതൊരിക്കലും ഒരു ഇതില്ല, ഒരു ഡാമേജ് വരുത്താത്ത രീതിയിലാണ് അതൊരു എൻജോയ് ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ ഡ്രൈവിങ് കേട്ടോ, റോഡിലെ ആളുകൾ, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ യഥാർത്ഥത്തിൽ ലിക്കർ എന്നൊക്കെ പറയുന്നത് എപ്പോഴും എല്ലായിടും അവൈലബിൾ ആണ്. എല്ലാ ഷോപ്പിലും അവിടെ യാതൊരു ഇതും ഒന്നുമില്ല. അവിടെ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാം എപ്പോഴും ഉണ്ട് ലിക്കർ ഷോപ്പ്. ഓൺലി തിങ് 18 years കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അവർ കൊടുക്കുള്ളൂ. അവിടുന്ന് വാങ്ങാൻ പാടുള്ളൂ. അങ്ങനെ അവിടെ കൊടുക്കുള്ളൂ, അങ്ങനെ വാങ്ങുള്ളൂ. അത് കൺട്രോൾ ചെയ്യും. പിള്ളേർക്കാണെങ്കിൽ ID കാർഡ് പ്രൂഫ് അത് ചോദിക്കും അല്ലേ? അത് ശരി. അപ്പൊ ഇത് ഇത് യഥാർത്ഥത്തിൽ ഇവിടൊക്കെ പല അപകടങ്ങളും ഈ ട്രാഫിക് ആക്സിഡൻസ് മുഴുവൻ ഉണ്ടാകുന്നതെല്ലാം മിക്കവാറും മദ്യം
കഴിച്ചിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അതെ അതെ കറക്റ്റ്. അത് എനിക്കൊരു രസകരമായിട്ടുള്ള ഇപ്പൊ ഈ അടുത്ത് ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കമ്പനിയിൽ ഇന്ത്യ എന്നുള്ള ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അയാൾ വന്നിട്ട് പുള്ളി സൂറിച്ച് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ബൈ ട്രെയിനാണ് ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വന്നത്. ഓക്കെ. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ജോർജിയ മീൻസ് ഞാൻ ഇങ്ങനെ പോരുമ്പോഴത്തേക്കും എൻ്റെ തൊട്ടടുത്തിരുന്ന ട്രെയിനിൽ അവർ ബിയർ കുടിക്കുമായിരുന്നു ഇങ്ങനെ ഓപ്പണായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് എന്തുകൊണ്ട്, അതൊരു കുഴപ്പമില്ല, മീൻസ് അതിവിടെ അലൗഡാണത്. അപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. കാരണം അവിടെ ഈവൻ സ്ട്രീറ്റ് ആയാലും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസ് ആയാലും നമുക്ക് ആൽക്കഹോൾ കുടിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല, പക്ഷെ അത് അതിൻ്റെതായ രീതി. കുടിച്ചിട്ട് മര്യാദയ്ക്ക് ഇരുന്നോണം. അതെ കറക്റ്റ്. അത്രയുള്ള കാര്യം. എവിടെ ഇപ്പം അത് നമ്മൾ അതിനെ ഈ ട്രെയിനിൽ ഇപ്പം ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം, യൂറോപ്പില് ഞങ്ങൾ ഒരുപാട് ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിനകത്തൊക്കെ ഇടയ്ക്കുള്ള കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് കഫറ്റേരിയ ഉണ്ട്, അതെ അതിനകത്ത് അതെ അതേപോലെ അവിടെ ലിക്കർ കിട്ടും, ബിയർ സുലഭമാണ് സുലഭമായിട്ട് ആണ്. ബിയർ മാത്രമല്ലാത്ത ലിക്കറും കിട്ടും പല ട്രെയിനുകളിലും. ഇതൊക്കെ അവിടെ ഒരു ബിയർ ആണെന്നുണ്ടെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകാൻ പെർമിറ്റ് ചെയ്യും കേട്ടോ, കുഴപ്പമില്ല. മറ്റ് ലിക്കർ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറയാം. എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ സാധാരണ സീറ്റിനെക്കാളും നല്ലതാണ്. ഇരിക്കുക എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള കാഴ്ചകളാണ് അത് ഇരുന്ന് കാണുന്നത്. ട്രെയിൻ ജേണി എന്ന് പറയുന്നത് യൂറോപ്പിൽ ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം ഇതേപോലെ നമുക്കൊരു യാത്ര വേറെ നമുക്ക് കിട്ടത്തില്ല. അനങ്ങാതിരിക്കുക. നമുക്ക് ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ, മേഘങ്ങളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ, പിന്നെ അതിനകത്ത് ആളുകളെയും കാണാം. നേരെ മറിച്ച് ട്രെയിൻ ആണെങ്കിൽ ആ സൈഡിലെ ആ വ്യൂ എന്ന് പറയുന്നത് ഒന്ന് കാണേണ്ട കാഴ്ചയാണ്, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊക്കെ 320 കിലോമീറ്ററിലൊക്കെ പോകുന്ന ട്രെയിനിലാണ് അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്, ഇവരുടെയൊക്കെ ഫ്രാൻസിന്റെ ട്രെയിനൊക്കെ. അതിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഇതേപോലെ ഈ എപ്പോഴും ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ അവർ കൊണ്ടു തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ TTR എന്ന് പറയുന്ന ആളില്ലേ, അവരാണ് നമുക്ക് ആഹാരം കൊണ്ടുതരുന്നത് കേട്ടോ. അല്ലാതെ അത് ഇവിടുത്തെ TTRമാരാണെങ്കിൽ അവർ കൊണ്ടുതരും ഇല്ല. അവിടെ ജോലിക്കാർ വേണം, ബംഗാളികൾ കാണും, അവരെ കൊണ്ടുതരും. ഇതങ്ങനല്ല, അവര് തന്നെ കൊണ്ടുതരും, ഫുഡ് കൊണ്ടുവരും. നമുക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. എന്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണെന്നറിയോ. മാത്രമല്ല യൂറോപ്പ് കാണാൻ ഏറ്റവും നല്ലത് ഒന്നീ ബൈ റോഡ്, അത് കുറച്ച് TDS ആണ്. ബൈ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതൊന്ന് അനുഭവിക്കേണ്ട ഒരു കാര്യം. കാരണം ബൈ റോഡ് പോയി കഴിഞ്ഞാൽ അവിടെ ഹൈവേയുടെ സൈഡുകളിൽ ഒന്നും ഒരു ബിൽഡിങ്സും ഇല്ല, ആരും താമസിക്കുന്നുമില്ല. ഒള്ളി ഒരു ഗ്രീനറി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. നല്ലൊരു ഇതാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പങ്ക്ച്വാലിറ്റി. ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഒരു മിനിറ്റ് പോലും ലേറ്റ് ആയിട്ട് ട്രെയിൻ എന്നുള്ള എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ്. എനിക്കൊരു അനുഭവം ഉണ്ടത്. ഞങ്ങൾ ഇതുപോലെ ട്രെയിനിൽ നേരെ നമ്മൾ ഐസ് പാലസിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ചെന്ന്. അപ്പോൾ ആ ട്രെയിൻ എന്ന് പറയുന്നതിന് 10:43 ആ ട്രെയിൻ, 10:43. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ടോയ്ലറ്റിൽ നിന്ന് പോകാം, ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാഷ്റൂമിലൊന്ന് പെട്ടെന്ന് വരുന്നെന്ന് പറഞ്ഞു. ഞാൻ അതും കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്ന കേട്ടോ. കാര്യം എന്താ അറിയോ, ഞാൻ അപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 43 കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 15 സെക്കൻഡോളം കഴിഞ്ഞു പോയി. വണ്ടി പോയി. അതാണ് അവിടുത്തെ പങ്ക്ച്വാലിറ്റി ട്രെയിൻ്റെത്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ കിട്ടി. ബട്ട് ഇതാണ് അവിടെ. ഇവിടെ ആണെങ്കിൽ നമുക്ക് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 10 മിനിറ്റ് അല്ല, എന്തായാലും ഒരു 5 മിനിറ്റ് നമുക്ക് കിട്ടും. അവിടെ 5 മിനിറ്റ് പോയിട്ട് 5 സെക്കൻഡ് കിട്ടത്തില്ല. അത്ര ഇത് കറക്റ്റാണ് ആ യാത്ര. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡിൽ. ഓക്കെ.